ചന്ദ്രബേട്ട നിലമ്പൂരെത്തി കുറെ പഴയ ഓർമ്മകളൊക്കെ ആയിരിക്കും അല്ലേ? അച്ഛൻ ഇവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്നു. അച്ഛൻ എൻ്റെ കുട്ടിക്കാലത്ത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്നു. ഞാനിവിടെ പലതവണ വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ. അതുകൊണ്ട് തന്നെ വളരെ ഗൃഹാതിരത്വമുള്ള ഓർമ്മകളാണ്. റെയിൽവേയായിട്ട് ബന്ധപ്പെട്ടിട്ടും അച്ഛനായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഇവിടെ നല്ല ഓർമ്മകളാണുള്ളത്. അതെ അതെ, പേഴ്സണൽ മെമ്മറീസ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ചരിത്രം, നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ ചരിത്രം ഒന്ന് പറഞ്ഞുതരും. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ ചരിത്രം എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഈ ലൈൻ ഷൊർണൂർ നിലമ്പൂർ റെയിൽ ലൈൻ വരുന്നത്. ഇത് 1921 ഈ ഷൊർണൂർ നിലമ്പൂർ ലൈനിന്റെ പണി ബ്രിട്ടീഷുകാർ ആരംഭിക്കുന്നത്. ഏകദേശം 1927 ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ നന്നാക്കുക എന്നൊന്നായിരുന്നില്ല. ഈ നിലമ്പൂരിലെ തേക്ക് ഉൾപ്പെടെയുള്ള വനവിഭവങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് കടത്താൻ വേണ്ടിയിട്ടാണ് ഈ ലൈൻ തുടങ്ങുന്നത്. നമ്മുടെ ശശി തരൂർജിയൊക്കെ പറയുന്ന, ഓക്സ്ഫോർഡിലൊക്കെ പറഞ്ഞ പോലെ ലൂട്ടിങ്. അതെ അതെ അതെ. അപ്പൊ ലൂട്ടിങ് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. പക്ഷേ ഈ റെയിൽവേ ലൈൻ വാസ്തവത്തിൽ സ്വാതന്ത്ര്യാനന്തരം ഈ പ്രദേശത്തിന്റെ വികസനത്തിന് വലിയ തോതിൽ പ്രാധാന്യം വഹിച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി ബ്രിട്ടീഷുകാർ പ്ലാൻ ചെയ്തത് ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് മാത്രമായിരുന്നു. ഇത് ഷൊർണൂർ നിലമ്പൂർ നഞ്ചൻകോട് പാത എന്നായിരുന്നു. കർണാടകയിലെ മൈസൂരിനടുത്തുള്ള സ്ഥലമാണ് നഞ്ചൻകോട്. ഷൊർണൂർ നിലമ്പൂർ ഫസ്റ്റ് ഫേസ് ആയിരുന്നു. ഫസ്റ്റ് ഫേസ് 1927 പൂർത്തീകരിച്ചു. പക്ഷെ അതിന്റെ സെക്കൻഡ് ഫേസ് നമുക്ക് ഇതുവരെയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ 1927 വരെയുള്ള കാര്യങ്ങള് ഈ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമോ കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷമോ ആരും ഇതിന്റെ ഒരു പുരോഗതിയോ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് എടുത്തിട്ടില്ല? അല്ല, തീർച്ചയായിട്ടും. അപ്പൊ വിവിധ കേന്ദ്ര സർക്കാരുകൾ ഇതുമായി ബന്ധപ്പെട്ട് സർവേ നടപടികൾ നടത്തുകയുണ്ടായി. ആ സർവേ നടപടികളുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങളൊക്കെ നടന്നു. സ്വാഭാവികമായിട്ടും റെയിൽവേ ലൈനാണ്, പ്രത്യേകിച്ച് വളരെ ഇക്കോളജിക്കലി ഫ്രജൈലായിട്ടുള്ള ഒരു സ്ഥലത്തൂടെ കടന്നു പോകുന്ന റെയിൽവേ ലൈൻ ആയതുകൊണ്ട് പാരിസ്ഥിതികമായിട്ടുള്ള ഒട്ടേറെ അനുമതികളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ പ്രയത്നങ്ങൾ എല്ലാ കാലത്തും ഇവിടെയുള്ള ആളുകളും ജനപ്രതിനിധികളും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു നെക്സ്റ്റ് ലെവലിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ ഒരു എഫേർട്ട് ഒരു സർക്കാർ എടുത്തു. അല്ല, തീർച്ചയായിട്ടും 2016 ഇത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് എടുക്കപ്പെട്ടത്. അതായത് ഈ പദ്ധതി ഒട്ടും മുന്നോട്ട് നീങ്ങുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹം ഇനീഷ്യേറ്റ് ചെയ്തിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന്റെ കയ്യിൽ, റെയിൽവേ കേന്ദ്രത്തിനെയാണെന്ന് അറിയാലോ, ഒരു റെയിൽ പ്രൊജക്റ്റിൽ റെയിൽവേ ലൈൻ ഉണ്ടാക്കാൻ ഒരു സംസ്ഥാന സർക്കാർ പണം മുടക്കാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ 49% കേരള ഗവൺമെന്റും 51% കേന്ദ്ര സർക്കാരും പാർട്ട്ണർഷിപ്പിൽ ഒരു ജോയിന്റ് വെഞ്ചർ ഉണ്ടാക്കി. അങ്ങനെ ജോയിന്റ് വെഞ്ചർ ഉണ്ടാക്കിയിട്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനെ അതിന്റെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായിട്ട് തീരുമാനിച്ചു. ഇവിടെ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. DMRCക്ക് ഓഫീസ് തുടങ്ങാൻ 2 കോടി രൂപ ഉമ്മൻചാണ്ടി സർക്കാർ കൈമാറുകയും ചെയ്തു. അതെ, തീർച്ചയായിട്ടും അതൊരു ചെറിയ സ്റ്റെപ്പ് ആയിരുന്നില്ല, അതൊരു വലിയ സ്റ്റെപ്പായിരുന്നു. കാരണം ഏതാണ്ട് ഒരു 4-5 വർഷത്തിനുള്ളിൽ നിലമ്പൂർ നഞ്ചൻകോട് പാത യാഥാർത്ഥ്യമാകുമെന്നായിരുന്നു ആ സമയത്തുള്ള പ്രതീക്ഷ. അങ്ങനെ അതെ അതെ, ഞങ്ങളൊക്കെ വലിയ പ്രതീക്ഷയിലായിരുന്നു. കാരണം ഒരുപാട് കാലത്തെ ഒരു ജനങ്ങളുടെ ഒരു ആവശ്യം. ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഇത് നിലമ്പൂർ നഞ്ചൻകോട് പാത എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഇത് ഇന്ത്യയിലെ 2 പ്രധാനപ്പെട്ട മെട്രോ നഗരങ്ങൾ, ഇന്ത്യയുടെ GDPയിൽ വലിയ തോതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ബാംഗ്ലൂരു, കൊച്ചിൻ, ഈ 2 മെട്രോ നഗരങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റി ഏകദേശം 100 കിലോമീറ്റർ കുറയ്ക്കുന്നതാണ്. അപ്പൊ യാത്രാ സമയം മണിക്കൂറുകൾ ലാഭമാണ്. മറ്റേത് നിലമ്പൂരിൽ നിന്ന് മൈസൂരിലേക്കുള്ള യാത്രാ സമയം ഏകദേശം 4 മണിക്കൂർ ലാഭിക്കാം. മറ്റൊന്ന് വയനാട് പോലെ, അതെ അതെ, അല്ല, വയനാട് പോലെ ഒരു ട്രൈബൽ ജില്ലയ്ക്ക് ആദ്യമായിട്ട് ഇന്ത്യയുടെ റെയിൽ ഭൂപടത്തിൽ ഇടം കിട്ടുന്ന ഒരു പദ്ധതി കൂടിയാണ്. മറ്റൊന്ന് വലിയ തോതിലുള്ള ഇൻഡസ്ട്രിയൽ, ഇപ്പം ബാംഗ്ലൂരിലെയും അതുപോലെ തന്നെ മൈസൂരിലേക്ക് ഇൻഡസ്ട്രിയൽ ക്ലസ്റ്ററുകളുടെ നിയറസ്റ്റ് പോർട്ട് കണക്ടിവിറ്റി എന്ന് പറയുന്നത് തൂത്തുക്കുടിയോ അല്ലെങ്കിൽ ചെന്നൈയോ ഒക്കെയാണ്. പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ നിയറസ്റ്റ് പോർട്ട് കണക്ടിവിറ്റി എന്ന് പറയുന്നത് വല്ലാർപാടായിരിക്കും, കൊച്ചിനായിരിക്കും. മറ്റൊന്ന് ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി വന്നതുകൊണ്ട് മദർഷിപ്പുകളൊക്കെ വരുന്ന വിഴിഞ്ഞവും അവര് പ്രധാനപ്പെട്ട പോർട്ടായി മാറും. അപ്പോൾ കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യാവസായിക വികസനത്തിന് ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന ഒരു ലൈനായിരുന്നു. ഇന്ത്യയുടെ വികസനത്തിന് വലിയ പ്രാധാന്യം വഹിക്കുന്ന ഒരു ലൈൻ കൂടിയാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ പറയുന്നത്, ഈ ഒരു പ്രൊജക്ട് 2016 ഉമ്മൻചാണ്ടി സാറ് മുന്നോട്ട് കൊണ്ടുപോയി. ദൗർഭാഗ്യവശാൽ ഭരണം മാറി, പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നു. പിണറായി വിജയൻ സർക്കാരിന്റെ പ്രയോറിറ്റി മാറി. പിണറായി വിജയൻ സർക്കാർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി തലശ്ശേരി മൈസൂരു പാതയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങി. നമ്മളാരും തലശ്ശേരി മൈസൂർ പാത വരുന്നതിന് എതിരല്ല. തലശ്ശേരി മൈസൂർ പാത വരട്ടെ, രണ്ടും വരട്ടെ. ഇവിടെ പക്ഷേ എത്രയോ വർഷങ്ങൾ, ഏകദേശം 100 വർഷം മുമ്പ് വിഭാവനം ചെയ്തിട്ടുള്ള നിലമ്പൂർ നഞ്ചൻകോട് പാത അതിനുവേണ്ടി അട്ടിമറിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം.
തലശ്ശേരി മൈസൂർ പാത വരുന്നതോടെ ആർക്കും എതിർപ്പില്ല. പക്ഷേ നിലമ്പൂർ നഞ്ചങ്കോട് പാത 100 വർഷം മുമ്പ് വിഭാവനം ചെയ്തതാണ്. മാത്രമല്ല കേരളത്തിന്റെ മുഴുവൻ പുരോഗതിക്കും രാജ്യത്തിന്റെ പുരോഗതിക്കും ഏറ്റവും അത്യാവശ്യമായതാണ്. ഈ നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാം, പഴയതുപോലെയല്ല. ഈ റെയിൽവേ ലൈൻ ലാഭകരമാണെങ്കിൽ അതിലൂടെ ഫ്രൈറ്റ് മൂവ്മെന്റ് വേണം, ചരക്ക് ഗതാഗതം വേണം, പാസഞ്ചർ മാത്രം പോരാ. അപ്പോൾ തലശ്ശേരി മൈസൂർ പാത സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടി DMRCയെ ചുമതലപ്പെടുത്തി. DMRC അത് പഠിച്ചപ്പോൾ അവർ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത് തലശ്ശേരി മൈസൂർ പാത എക്കണോമിക്കലി വയബിൾ അല്ല. കാരണം അവിടെ ഫ്ലൈറ്റ് മൂവ്മെന്റിന് പോസിബിലിറ്റി ഇല്ല. 2, അതുപോലെ തന്നെ അവിടെ ടെക്നിക്കലി ഫീസിബിൾ അല്ല എന്ന റിപ്പോർട്ട് കൂടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്ലൈറ്റ് മൂവ്മെന്റ് നടക്കാൻ സാധ്യത കൊച്ചിൻ ബാംഗ്ലൂരു കണക്ടിവിറ്റി എന്നുള്ളതിലേക്ക് ഈ നിലമ്പൂർ നഞ്ചങ്കോട് പാതയായിരുന്നു. അപ്പം ലാഭകരമാവുന്ന ഒരു റെയിൽപാത, സംസ്ഥാനത്തിനും രാജ്യത്തിനും ഗുണകരമാവുന്ന റെയിൽപാത മാത്രമല്ല, ഇപ്പം ഡൽഹിയിൽ നിന്ന് വരുന്ന ട്രെയിനുകളൊക്കെ, ഇപ്പം ഹൈദരാബാദ്, ഡൽഹി, നാഗ്പൂർ വഴിക്ക് വരുന്ന ട്രെയിനുകൾക്കൊക്കെ കേരളത്തിലേക്ക് എത്താൻ ഏകദേശം 100 കിലോമീറ്റർ ഡിസ്റ്റൻസ് കുറയാണ്. അപ്പം മലയാളികൾക്ക് ഏറ്റവും ഗുണകരമായിട്ടൊരു പാതയാണ് 100 വർഷത്തിലധികമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നത്. ഒരു വളരെ എന്താ പറയുക, ദീർഘദൃഷ്ടിയുള്ളൊരു മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ സ്റ്റെപ്പ് എടുത്തത്. അപ്പം അതിനെ രാഷ്ട്രീയ താല്പര്യം വെച്ച് അട്ടിമറിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത്. 10 വർഷമായിട്ട് ഈ പദ്ധതിക്ക് വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടി സാർ കൊടുത്ത 2 കോടി റുപ്യ അത് ട്രഷറിയിൽ നിന്ന് പിൻവലിച്ചു. DMRCയുടെ ഒരു ഓഫീസ് തുടങ്ങാൻ അനുവദിച്ചില്ല. ഈ പദ്ധതി അദ്ദേഹം ഉപേക്ഷിച്ചു. അപ്പോൾ സന്ദീപേട്ടൻ പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പഴയ തിയറി, ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി പെർസ്പെക്റ്റീവില് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു പദ്ധതി ഈ പറഞ്ഞ പോലെയൊക്കെ നടപ്പിലാക്കുകയാണെങ്കിൽ എന്താ പറയുക, മലബാറിന്, കേരളത്തിന് തന്നെ ഒരു ഗെയിൻ ഓഫ് വെൽത്ത് ആണ്. അപ്പോൾ ഇത് ശരിക്കും ഇനി നടക്കുമോ? ഈ പദ്ധതി ഇനി മുന്നോട്ട് പോകാനുള്ള സാധ്യത നമ്മൾ പ്രതീക്ഷ വയ്ക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഇത്രയും വർഷം മുടങ്ങിക്കിടന്ന് ഉമ്മൻചാണ്ടി സാർ ഇത്രയും ഒരു വലിയ സ്റ്റെപ്പ് വെച്ചിട്ട് പിന്നെയും മുടങ്ങി. അപ്പോൾ ഇനി നമ്മൾ പ്രതീക്ഷ വയ്ക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഇതിന്റെ ഒരു സാധ്യത, മുന്നോട്ടുള്ള സാധ്യത എന്താണ്? ഞാൻ ചോദിച്ചാൽ ആദ്യത്തെ ഭാഗം പറയാം. ഇത് ഗെയിൻ ഓഫ് വെൽത്ത് എന്ന് പറഞ്ഞല്ലോ, ശരിക്കും കേരളത്തിന് ഏറ്റവും റവന്യൂ ജനറേറ്റ് ചെയ്യുന്നൊരു പ്രൊജക്റ്റ് ആയിരിക്കും ഈ പദ്ധതി. പ്രത്യേകിച്ച് വയനാട്ടിലെ ടൂറിസം മേഖലകളിൽ, നിലമ്പൂരിലെ ടൂറിസം ഇൻഡസ്ട്രിക്ക്, ഇവിടുത്തെ വ്യാപാര മേഖലയ്ക്ക്, പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരുപാട് കുട്ടികൾ ബാംഗ്ലൂരൊക്കെ പഠിക്കാൻ പോകുന്നതാണ്, മൈസൂരൊക്കെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഗുണകരമാവുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണത്. ഇതിന് പ്രതീക്ഷ വേണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. കാരണം ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി MP, അദ്ദേഹം MP എന്ന സമയത്തും ഇപ്പോൾ പ്രിയങ്കാജി MP എന്ന സമയത്തും ഇതിനുവേണ്ടി ഇനീഷ്യേറ്റ് എടുക്കുകയും അവർ ലോക്സഭയിലും അതുപോലെ തന്നെ റെയിൽവേ മിനിസ്റ്ററോടും ഒക്കെ വളരെ തവണ നേരിട്ട് സംസാരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചു. ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗം ഉപേക്ഷിച്ചുകൊണ്ട് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിനെ കൊണ്ട് നിലമ്പൂർ നഞ്ചങ്കോട് പാത ഏറ്റെടുപ്പിക്കാൻ രാഹുൽജിക്കും പ്രിയങ്കാജിക്കും കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അതിന്റെ സർവേ നടപടികൾ പൂർത്തീകരിച്ചു. ഇപ്പൊ DPRലേക്ക് കിടന്നിരിക്കുകയാണ്. അതായത് ഈ രാജ്യത്തിന്റെ വളർച്ചയിൽ, കേരളത്തിന്റെ വളർച്ചയിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പദ്ധതിക്ക് പ്രിയങ്കാജിയുടെ ഇനീഷ്യേറ്റീവോട് കൂടിയിട്ട്, പ്രിയങ്കാജിയുടെ പരിശ്രമ ഫലമായിട്ട് ഇപ്പൊ DPR ലെവലിലേക്ക് കടന്നിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ നിലമ്പൂർ നഞ്ചങ്കോട് പാതയിൽ ട്രെയിൻ ചൂളമടിച്ചോടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ 10 വർഷക്കാലം നിലമ്പൂർ നഞ്ചങ്കോട് പാത ഇല്ലാതാക്കിയത്, അതല്ലെങ്കിൽ എന്നോ പൂർത്തീകരിക്കേണ്ട ഈ പാത തടസ്സപ്പെടുത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും പ്രതിലോമകരമായിട്ടുള്ള പ്രാദേശികവാദത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. അത് വളരെ ദൗർഭാഗ്യകരമാണ്. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഒരു പ്രാദേശികവാദിയായി മാറാൻ പാടില്ലായിരുന്നു. നിലമ്പൂരിന്റെ വികസനമാണ് 10 വർഷക്കാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ തടഞ്ഞത്. തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നിലമ്പൂർ നഞ്ചങ്കോട് പാത യാഥാർത്ഥ്യമാവും. സർക്കാരിന്റെ ആ സ്വപ്നം 10 വർഷം പുറകോട്ട് പിന്നീട് പോയെങ്കിലും പ്രിയങ്കാജിയിലൂടെ പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഇനി എന്തായാലും വിഴിഞ്ഞം പദ്ധതി പോലെ ഇത് എന്റെ പദ്ധതിയാണെന്ന് പറഞ്ഞ് അവകാശപ്പെടാൻ മുഖ്യമന്ത്രിക്കൊന്നും സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.